യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് ചാട്ടവാറടിക്ക് വിധേയനായപ്പോൾ കെട്ടിയിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ തൂൺ കത്തോലിക്ക സഭയിലെ ഏറ്റവും വിശിഷ്ടമായ തിരുശേഷിപ്പുകളിൽ ഒന്നാണ്. നിലവിൽ ഇറ്റലിയിലെ റോമിലുള്ള സാന്താ പ്രസിയുടെ ബസിലിക്കയിലാണ് ഈ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. AD 400-ൽ പണി കഴിപ്പിക്കുകയും 9-ാം നൂറ്റാണ്ടിൽ പാസ്കൽ ഒന്നാമൻ മാർപ്പാപ്പ പുനർനിർമ്മിക്കുകയും ചെയ്തതാണ് ഈ ബസിലിക്ക. 63 സെന്റിമീറ്റർ ഉയരവും 20 സെന്റിമീറ്റർ വ്യാസവുമുള്ള ഈ വിശുദ്ധ തൂൺ ഗ്യാംബോ ഡയോറ്റി എന്ന പ്രത്യേക ഇനം ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. AD 1223-ൽ കർദിനാൾ ജിയോന്നി കൊളോണിയയാണ് ജെറുസലേമിൽ നിന്ന് ഈ വിശുദ്ധ തൂൺ റോമിലെത്തിച്ചത്. ഏകദേശം 2 അടി മാത്രം ഉയരമുള്ള കറുത്തതും വെളുത്തതുമായ മാർബിളിനോട് സാമ്യമുള്ള കല്ലിൽ തീർത്ത ഈ തൂണിന്റെ മുകൾ ഭാഗം ഇടുങ്ങിയതും താഴേക്ക് വരുമ്പോൾ വിസ്താരമുള്ളതുമാണ്. 1898-ൽ ഡൂലിയോ കാമ്പോലോട്ടി രൂപകൽപ്പന ചെയ്ത സ്വർണാഭമായ തിരുശേഷിപ്പ് പേടകത്തിലാണ് ഈ തിരുശേഷിപ്പ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. റോമൻ ശിക്ഷാരീതി അനുസരിച്ച് കുറ്റവാളിയെ കുനിച്ചു നിർത്തി കൈകൾ ഈ തൂണിലെ ലോഹവളയത്തിൽ ബന്ധിച്ചായിരുന്നു ചാട്ടവാറടി നടപ്പാക്കിയിരുന്നത്. യഹൂദ നിയമപ്രകാരം ചാട്ടവാറടി കർശനമായി നിയന്ത്രിച്ചിരുന്നു. നിയമാവർത്തനം 25-ാം അധ്യായം 3-ാം വാക്യപ്രകാരം പരമാവധി 40 ചാട്ടവാറടിയായി നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിന്റെ കാലമായപ്പോഴേക്കും നിയമം ലംഘിക്കുന്നത് ഒഴിവാക്കാൻ ഇത് പ്രായോഗികമായി 39ആയി കുറച്ചിരുന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഭൗതിക സാക്ഷ്യമായ വിശ്വാസികൾ ഈ വിശുദ്ധ തൂണിനെ വണങ്ങുന്നു. നൂറ്റാണ്ടുകളായി പീഡാനുഭവ വാരത്തിലും വിശുദ്ധ വാരത്തിലും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ പുണ്യശേഷിപ്പ് ദർശിക്കാനായി റോമിലെത്താറുണ്ട്. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന ബൈബിൾ വചനത്തിന്റെ ജീവിക്കുന്ന അടയാളമായി ഈ വിശുദ്ധ തൂൺ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ സഹനങ്ങളെയും ആത്മത്യാഗത്തെയും കുറിച്ച് ധ്യാനിക്കാൻ വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഈ ചരിത്ര തിരുശേഷിപ്പ്.